ഈ ഒരു സാഹചര്യം ഇങ്ങനെ മുന്നോട്ട് വെച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ പ്രതികരണം? പ്രതികരണം പറഞ്ഞല്ലോ, പ്രതികരണം പലതരത്തിലാണ് ആളുകൾ പറഞ്ഞത്. ചില ആളുകൾ കളിയാക്കി. ഈ കളിയാക്കുന്ന ആളുകൾ നമുക്ക് കൂടുതൽ ഊർജ്ജം തരും. കാര്യം കുറേ ആളുകൾ കരുതിയത് ഇങ്ങനെ ഒരു പരിപാടി നടക്കില്ല എന്നാണ്. അതായത് ഒരു പോസ്റ്റാണ്, ഇതൊരു ആവേശ പോസ്റ്റാണ്. പക്ഷേ ആ പോസ്റ്റ് ഇട്ട് മണിക്കൂറുകൾക്കുള്ളിൽ 1000 പേര് രജിസ്റ്റർ ചെയ്തു. പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് 100 പേര് ആക്കി. ആ 100 പേരിൽ നിന്ന് വീണ്ടും സെഗ്രിഗേറ്റ് ചെയ്തു. അങ്ങനെ ഒരു 3-4 ലെയേഴ്സ് ഓഫ് ഫിൽറ്ററിങ് കഴിഞ്ഞു. ആ 1000 പേര് രജിസ്റ്റർ ചെയ്തതിൻ്റെ അകത്ത് 1000 പേരിൽ ഭാരതത്തിൻ്റെ വെളിയിൽ നിന്നുള്ള നുഴഞ്ഞേറ്റക്കാളേക്കാൾ കൂടുതൽ അകത്ത് നിന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. ആ ഗ്രൂപ്പ് ഞാനിപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്, അതിലുള്ള പ്രൊഫൈലുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. കേരളത്തിലൊരു പ്രധാനപ്പെട്ട ചാനൽ 3 ആൾ കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, ഇതാ കുറച്ച് പേര് ശാരദയിലേക്ക് 100 ബൈക്കുമായിട്ട് പോകുന്നു. ഇങ്ങനെ ഓരോരുത്തർക്കെതിരെ പ്രതികാരം ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് എത്ര തെറ്റായ നെറേറ്റീവാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ പ്രതികാരം ചെയ്യാനോ എന്തെങ്കിലുമാണോ നമ്മൾ സഞ്ചരിക്കുന്നത്? സിവിലിയൻസ് അങ്ങനെ ആയുധം കയ്യിലെടുക്കുന്നുണ്ടോ? സിവിലിയൻസ് ആയുധം കയ്യിലെടുക്കുക എന്നുള്ളതാണോ നമ്മുടെ ആവശ്യം? അല്ല. സിവിലിയൻസിന് സിവിലിയൻ വേ ഓഫ് പ്രൊട്ടസ്റ്റ് ഉണ്ട്, അല്ലേ? ജനാധിപത്യപരമായ പ്രൊട്ടസ്റ്റ് ഉണ്ട്. ആ പ്രൊട്ടസ്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചാനൽ വസ്തുതയ്ക്ക് നിരക്കാത്ത രീതിയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ പ്രതികരിച്ചവരെ കൂട്ടത്തിൽ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാനൽ കൂടെ ഉണ്ടെന്ന് ആലോചിക്കണം ഇതിനെതിരായി സംസാരിച്ച കൂട്ടത്തിൽ. അടുപ്പൂട്ടി ചർച്ചയിൽ അതെ, അടുപ്പൂട്ടി ചർച്ച എന്ന് വിളിക്കപ്പെടുന്ന അതിൽ പ്രതികരിച്ചു. അത് വലിയ മൈലേജ് തന്നു കേട്ടോ. അതുകൊണ്ട് കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ധാരാളം ആളുകൾ പോസിറ്റീവായിട്ട് തന്നെയാണ് പ്രതികരിച്ചത്. പിന്നെ കൺസേൺ കൊണ്ട് പറഞ്ഞവരുണ്ട്. കുറേ അമ്മമാരുണ്ട്. അവർ പറഞ്ഞു, മക്കളെ നിങ്ങൾ പോകണോ? അത് സ്വന്തം മക്കളെ പോലെ കരുതിയിട്ടാണ്. നിങ്ങൾ വെടികൊള്ളാൻ വേണ്ടി പോകണോ? അത് കൺസേൺ കൊണ്ടുള്ള പ്രതികരണം നമുക്ക് മനസ്സിലാവും. ചില ആളുകൾ നമ്മൾ റെസ്പോൺസിബിളായിട്ട് ഇടപെടണം എന്ന് പറഞ്ഞു. നമ്മൾ അത് കഴിഞ്ഞു ഒരു മീറ്റിംഗ് കൂടി, ഫിസിക്കലായിട്ട് പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ചൊരു മീറ്റിംഗ് കൂടി. ആ മീറ്റിങ്ങിൽ വെച്ച് ഇതൊരു ഔദ്യോഗികമായിട്ടൊരു സംഘടനയാക്കി മാറ്റി. ഇതിപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടു, ആ പോസ്റ്റിൻ്റെ പുറകെ പിടിച്ച് 6000-7000 പേര് ആ പോസ്റ്റ് ലൈക്ക് ചെയ്തു. അതിനുശേഷം പല പ്രൊഫൈലുകളിലായിട്ട് അതിനുശേഷം കുറച്ച് പേര് വന്നു, എന്നാൽ ശരി ഞാൻ തന്നെ നേതാവ്, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പോര്, അങ്ങനെ ഒരു നിലപാടല്ല എടുത്തത്. നമ്മൾ അവിടുന്ന് ജനാധിപത്യപരമായി അവിടെ കൂടിയിരുന്ന ആളുകളെ കൂട്ടി അതിൽ നിന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിനൊരു പ്രസിഡൻ്റ് ഉണ്ട്, മണി കാർത്തിക് ജി ആണ് പ്രസിഡൻറ്റ്, സുകന്യ കൃഷ്ണ ആണ് അതിൻ്റെ സെക്രട്ടറി, സുമേഷ് ജിയാണ് അതിൻ്റെ ട്രഷറർ, രഞ്ജിത്ത് ജിയാണ് അതിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, ഹരിനാരായണനാണ് അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, ജിതിൻ, അങ്ങനെ കുറേ പേര് ചേർന്ന് ഒരു കോർ ടീമുണ്ട്. ഞങ്ങൾ ആ കോർ ടീം എല്ലാ ദിവസവും 8:30 മുതൽ 9:30 വരെ കൂടും. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോഴും അതിന് മുമ്പും അതിന് ശേഷവും. ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു സെക്കൻഡ് നമ്മൾ പുറകോട്ട് പോയിട്ടില്ല. ദിവസവും കൂടും. രാവിലെ 5 മണി മുതൽ 6 മണി വരെ യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി യോഗ ക്ലാസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നു, യോഗ ചെയ്യുന്നു. അങ്ങനെ ഒരു തപസ് പോലെ കൊണ്ടുപോകാനാണ് നമ്മൾ ഈ പദ്ധതി ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണത് നടന്നു വന്നിട്ടും ഉള്ളത്.